ഗൈസ്, എൻ്റെ ഉമ്മൻ്റെ കസിൻ്റെ ഒരു വെഡിങ് പുതിയൊരു അതിഥി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം ആരാന്ന്. ഇതാണ് നമ്മുടെ ഇച്ചാക്ക ദുബായിൽ നിന്ന് വന്ന് ഗൈസ്. അതെ ഗൈസ്, നമ്മളെ ഇച്ചക്ക് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടോ കല്യാണം കൂടാൻ. എനിക്ക് ഡ്രസ്സൊക്കെ കിട്ടി, ബട്ട് ഒരു ചെരുപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെരുപ്പ് കടയിൽ വന്നു. അല്ലാതെ ഡ്രസ്സിൻ്റെ കടയിൽ പോകാൻ പറ്റും. ഞാനും ഇമ്മച്ചിയും ഇവിടേക്ക് വന്നു. ഇപ്പച്ചി ഇച്ചാക്ക ബാധു ഒരു വേറെ കടയിൽ പോയി. ഞാനങ്ങനെ ഓരോ ചെരുപ്പ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്കൊന്നായിട്ട് പറ്റണില്ല, എന്താണെന്നറിയില്ല. ഞാൻ കുറെ ഇമ്മനോട് ചോദിക്കുന്നത് രസമുണ്ടോന്ന്, ഞാൻ കുറെ സെയിൽസ്മാനോട് ചോദിക്കുന്നത് രസമുണ്ടോന്ന്. അങ്ങനെ ഫൈനലി ഞാനിതാ ഈ ഒരു ചെരുപ്പ് എടുത്തിട്ടോ. ഞാനിപ്പോൾ ഇട്ട് നിൽക്കുന്നത് എങ്ങനെയുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അതിട്ട് കുറേ ഷോൾക്കി. അങ്ങനെ ഫൈനലി ബാദുക്കാക്ക് എത്തി. ബാദുക്കാക്ക് ഒന്നും കിട്ടിയില്ല എന്നുള്ള എക്സ്പ്രഷനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞം മസ്റ്റ് അല്ലേ. നമ്മൾ SM സ്ട്രീറ്റിലുള്ള ഒരു കഫേയിൽ കയറി നമ്മളെല്ലാവരും ഒരു അവിൽ മിൽക്ക് ഓർഡർ ചെയ്തു, അതും SP. ഇച്ചാക്കാണെങ്കിൽ ക്യാമറ ഓൺ ആക്കുമ്പോൾ ഇൻട്രോവേർട്ടും ക്യാമറ ഓഫ് ആക്കുമ്പോൾ എക്സ്ട്രോവേർട്ടാണ് കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഇപ്പച്ചി ഒരു ഷവർമ പ്ലേറ്റ് ഓർഡർ ചെയ്തിട്ടോ. ഇപ്പച്ചിയാണ് ഓർഡർ ചെയ്തിടെങ്കിലും എല്ലാവരും അത് കഴിച്ചു. പിന്നെ ഇച്ചാക്ക ഒരു കട്ട്ലേറ്റ് ഓർഡർ ചെയ്തു. ആരും നോക്കണ്ട, ഇമ്മച്ചി നമ്മൾ വീഡിയോയിൽ പെടുത്തൂല. ഞാൻ എല്ലാ ഫുഡ് ട്രൈ ചെയ്യുമ്പോഴും ഫസ്റ്റ് എനിക്കൊരു ടേസ്റ്റ് ഇല്ലായ്മ തോന്നും, പിന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഷവർമയും കട്ട്ലേറ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കട്ട്ലേറ്റ് വാങ്ങിയിട്ടോ. പിന്നെ ഇച്ചക്കും പാതുക്കാക്കി അവിടെ എന്ത് സ്നാക്സ് ഉള്ളതെന്ന് നോക്കാൻ പോയി. നോക്കിയിട്ട് അവർ വീണ്ടും കട്ട്ലേറ്റ് തന്നെയാണ് കേട്ടോ എടുത്തു വന്നത്. കണ്ടില്ലേ, അവര് 3 കട്ട്ലേറ്റ് വാങ്ങി വന്നു. ദേ നമ്മുടെ അവിൽ മിൽക്ക് എത്തി, അതും SP. ഗൈസ്, അവിൽ മിൽക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ വെച്ച് ഞാൻ ഷവർമ മൊത്തം തിന്നെന്ന് പറഞ്ഞിട്ട് ഇന്നെ ഫുള്ള് കളിയാക്കലായി. അങ്ങനെ ബാദുക്കാക്കി ഇച്ചാക്കി നേരെ ട്രെൻഡ് ഫാക്ടറിയിലേക്ക് പോയി. നമ്മൾ ചായ അടിച്ച് കഴിഞ്ഞപ്പോൾ നേരെ അവിടേക്ക് പോയി. അങ്ങനെ നമ്മൾ ട്രെൻഡ് ഫാക്ടറിയിലെത്തി. അവിടെ ആണെങ്കിൽ ഇച്ചാക്ക് ഓരോ ഷൂ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഗൈസ്, ബാദുക്കാക്കി ഈ ഒരു ഷർട്ട് എടുത്തിട്ടോ. പാൻറ്റോ എൻ്റെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു SM സ്ട്രീറ്റ് ചുറ്റല്ല ആകെ എൻ്റെ ഒരു ചെരുപ്പും ഈ ഒരു ഷർട്ട് മാത്രമാട്ടോ നമ്മൾ എടുത്തത്. ഇപ്പച്ചിക്ക് അവിടെയുള്ള ഷർട്ട് ഒന്നും പറ്റണില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ഷോപ്പിലേക്ക് പോയി. ഇച്ചാക്കിന്റെ ഈ ചിരി ഒന്നും നോക്കണ്ട, ഇച്ചാക്കും ഡ്രസ്സ് കിട്ടിയില്ല ഗൈസ്. പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിൽ പോയി നോക്കി. അവിടെയും സാധനം ഇല്ലാത്തതുകൊണ്ട് വേറൊരു ഷോപ്പിലേക്ക് കയറി. ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് നടക്കുമ്പോൾ ഒരു സാധനം കണ്ടു. അതെ ഗൈസ്, കമ്മലിൻ്റെ ഒരു കൂട്ടം. ഇമ്മച്ചി എനിക്ക് വേണ്ടിയിട്ട് വെഡിങ്ങിൽ കമ്മൽ കിട്ടോ നോക്കാൻ കേട്ടോ. അവിടുന്ന് കിട്ടിയില്ല, നമ്മൾ വീണ്ടും നടന്നു. ഗൈസ്, ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ സങ്കടം നമ്മൾ ഫുഡിനോട് തീർക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരെ കാലിക്കറ്റ് കഫ്തീരിയയിൽ കയറി. അവിടെ ആണെങ്കിൽ നിൻ്റെ ഒരു കുട്ടി ഫാൻസ് ഉണ്ടായിരുന്നു. അതിനോടാണെങ്കിൽ ഞാൻ ഇങ്ങനെ ടാറ്റ കാണിക്കാൻ കേട്ടോ. ഗൈസ്, നമ്മൾ മധുഹൂത്തും ഷവായ ആണ് കേട്ടോ വാങ്ങിയത്. ഗൈസ്, മധുഹൂത്ത് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ സാധാരണ ഒരു നോർമൽ മന്തി കഴിക്കുന്നത് അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. നിങ്ങൾ കഴിച്ചിക്കണോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഗായ്സ്, ഒരു പിറ്റേ ദിവസം എന്നെ കൂട്ടാതെ പോവാണ് ഗായ്സ്. എന്നെ സ്കൂൾ ബസ്സിൽ കാണാൻ വന്നതാണ്. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലൊരു ചെറിയ വിഷമം എന്നൊക്കെ പറയൂലേ. അപ്പൊക്കെ ബൈ.